ഹായ് ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. ദിശ അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് NTPC-യുടെ ഒരു PYQ സെക്ഷൻ ആണ്. മിക്സഡ് PYQ സെക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്തിന്റെ വിശേഷം? എല്ലാവരും പഠിക്കുന്നുണ്ടോ? നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് എന്താണ് PYQ സെക്ഷൻസ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട്? എല്ലാരും നന്നായിട്ട് പഠിക്കുക. എക്സാം ഒക്കെ ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് PYQ സെക്ഷൻസ് ചെയ്യുന്നതിലൂടെയാണ് മനസ്സിലാവുന്നത് എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ എന്താണ് നമുക്കറിയില്ല, എന്തൊക്കെ അറിയാം എന്നൊക്കെ അല്ലെ. 2016, 2021 ഒക്കെ നടന്ന എക്സാംസിന്റെ വിവിധ ഷിഫ്റ്റുകളുടെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് പഠിച്ചിട്ട് കുറച്ച് അതിന്റെ ഒരു എന്താ പറയാ എക്സ്പ്ലനേഷൻസും കൂടിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാരും ഉഷാറായിട്ടിരിക്കുക. നമുക്ക് നല്ല രീതിയിൽ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എൻ ടി പി സിയുടെ എന്താണ് പല ഷിഫ്റ്റുകളിലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. NTPC-ന്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. സ്പെഷ്യലി ഫോർ NTPC സ്റ്റുഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആ ഷിഫ്റ്റിലെ 42nd ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. ഓൺ വിച്ച് ഫെസ്റ്റിവൽ ഡിഡ് ദ ജാലിയൻ വാലാബാഗ് മസാക്കർ ടേക്ക് പ്ലേസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഏത് ഫെസ്റ്റിവലിന്റെ ടൈമിലാണ് ഈ പറയുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്നാണ് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പറ്റി മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. ഏത് വർഷമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്? 1919 അല്ലെ. 1919. ഇപ്പൊ റൗലറ്റ് നിയമം എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം വരുന്നുണ്ട് അല്ലെ. റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് വരുന്നുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു ആക്ട് ആണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആക്ട് അനുസരിച്ച് ആരെ വേണമെങ്കിലും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. വിചാരണ കൂടാതെ തടക്കലിൽ വെക്കാനായിട്ട് പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് കൂടുതൽ ദ്രോഹിക്കാൻ സാധ്യതയുള്ള ഒരു ആക്ട് ആയിരുന്നു റൗലറ്റ് ആക്ട്. അപ്പൊ ഈ റൗലറ്റ് ആക്ടിനെതിരെ കുറച്ചു പേര് പ്രതികരിക്കുന്നു. അപ്പൊ അവരുടെ നേതാക്കളായിട്ട് ഉള്ള എന്താണ് ഡോക്ടർ സത്യപാൽ, സൈഫുദ്ദീൻ കിച്ലു തുടങ്ങിയ ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിനെതിരെ എന്ത് ചെയ്യാണ്? കുറച്ച് ആളുകൾ ചേർന്ന് പഞ്ചാബിലെ, എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ വെച്ചിട്ട്, അമൃത്സറിലാണ് കേട്ടോ, പഞ്ചാബിലെ അമൃത്സറില് ജാലിയൻ വാലാബാഗ് മൈതാനിയില് കുറച്ച് പേര് എന്താ ഇതിനെതിരെ ഒത്തുകൂടുകയാണ്. എന്താ, ഇവരെ അറസ്റ്റ്, അവരുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിനെതിരെ ഒത്തുകൂടുകയാണ്. അപ്പൊ ഈ ഒത്തുകൂടിയ ആൾക്കാർക്ക് നേരെ ആകെപ്പാടെ ഒരു വഴി മാത്രമേ ഉള്ളൂ ഈ മൈതാനത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ. ഈ വഴി അടച്ചുകൊണ്ട് നൂറുകണക്കിന് ആൾക്കാർ കൂട്ടം കൂടിയിരുന്ന സ്ഥലത്തേക്ക് വെടിവെക്കുകയാണ്. ഓക്കെ, ജനറൽ ഡയർ ആണ് ഈ വെടിവെപ്പിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോ ഈ ഡയറിന് എന്താ, ഈ ജനറൽ ഡയർ ആണ് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോ ഈ ഡയറിന് എന്താണ് ഈ വെടിവെപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അനുവാദം കൊടുത്തത് മൈക്കിൾ ഓ ഡയർ ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം രണ്ട് ഡയർമാരാണ്, അതൊന്ന് ഓർത്ത് വെച്ചേക്ക്. അപ്പൊ ഇത് ഏത് ഫെസ്റ്റിവലിന്റെ സമയത്താണ് ഈ പറയുന്ന ജാലിയൻ വാലാബാഗ് മസാക്കർ നടന്നത്, അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്ന് ചോദിച്ചാൽ ബൈശാഖി എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ആണ് കേട്ടോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ബൈശാഖി ഫെസ്റ്റിവലിന്റെ സമയത്താണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്ന് ഓർത്തു വെച്ചിരിക്കാം. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് 1919 ഏപ്രിൽ 13 കേട്ടോ. ഏപ്രിൽ 13. ഏപ്രിൽ 13. അപ്പൊ അത്രയും അതിനെപ്പറ്റി ഓർത്തു വെച്ചേക്കാമോ? ഓൺ വിച്ച് ഫെസ്റ്റിവൽ ഡിഡ് ജാലിയൻ വാലാബാഗ് മസാക്കർ ടേക്ക് പ്ലേസ് എന്ന് ചോദിച്ചാൽ ബൈശാഖി ഫെസ്റ്റിവലിന്റെ സമയത്തായിരുന്നു. ദിവസം ചോദിച്ചാൽ 1919 ഏപ്രിൽ 13 ഏത് നിയമത്തിനെതിരെ പ്രതികരിക്കുന്നതിനിടയിലാണ് ജാലിയൻ വാലാബാഗ് മസാക്കർ സംഭവിച്ചെന്ന് ചോദിച്ചാൽ റൗലറ്റ് ആക്ട് ആണ്. ജാലിയൻ വാലാബാഗ് എവിടെയാണെന്ന് ചോദിച്ചാൽ പഞ്ചാബ്, അമൃത്സർ. ഓക്കെ,
അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഈ ജാലിയൻ വാലാബാഗ് സംഭവം. അവരുടെ തന്നെ ബ്രിട്ടീഷുകാരുടെ തന്നെ ഇമേജ് വളരെയധികം ഇവിടെ നഷ്ടപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. അങ്ങനെ ഇതിന്റെ 100ാം വാർഷികം, അതായത് 2019 എന്ത് ചെയ്തു, ബ്രിട്ടീഷ് പാർലമെന്റ് അവരുടെ ഡീപ്പായിട്ടുള്ള ഒരു എന്താണ് കണ്ടോളൻസ് അല്ലെങ്കിൽ അവര് മാപ്പ് പറയുകയുണ്ടായി ഇന്ത്യക്കാരോട് ഈ ഒരു സംഭവത്തിന്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻസിഡന്റ് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഓൺ വിച്ച് ഫെസ്റ്റിവൽ ഡിഡ് ജാലിയൻ വാലാബാഗ് മസാക്കർ ടേക്ക് പ്ലേസ് എന്നാണ് ആൻസർ. ബൈശാഖി ഫെസ്റ്റിവൽ ആണ് കേട്ടോ, ബൈശാഖി ഫെസ്റ്റിവൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അപ്പൊ നിങ്ങൾ പഠിച്ചു വേണം കേട്ടോ, അറിയാത്തവർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പറ്റി പഠിച്ചു വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് എ യൂണിയൻ ടെറിട്ടറി ഈസ്. അപ്പൊ യൂണിയൻ ടെറിട്ടറിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ലെഫ്റ്റനന്റ് ഗവർണർ, ഗവർണർ, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ഒക്കെ ഉണ്ട്. ഒരുവിധം ബോധമുള്ള എല്ലാരും ഉത്തരം എഴുതും അല്ലേ. അപ്പൊ യൂണിയൻ ടെറിട്ടറിയിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു പോസ്റ്റ് ഉള്ളത്, ലെഫ്റ്റനന്റ് ഗവർണർ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഉള്ളത് അല്ലെ. അപ്പോ ഇന്ത്യയില് യൂണിയൻ ടെറിട്ടറിയില് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആരാന്ന് ചോദിച്ചാൽ ലെഫ്റ്റനന്റ് ഗവർണർ ആണ് അല്ലെ. അപ്പൊ ആ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്ന പോസ്റ്റ് സ്റ്റേറ്റുകളിലാണെങ്കിൽ ഗവർണർ ആണ്. നമ്മുടെ ഇന്ത്യയിൽ എടുക്കുവാണെങ്കിൽ പ്രസിഡന്റ് ആണ്. ആ ഒരു പോസ്റ്റ് തന്നെയാണ് ലെഫ്റ്റനന്റ് ഗവർണറിന് എവിടെയുള്ളത്, യൂണിയൻ ടെറിട്ടറി. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റനന്റ് ഗവർണറിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് കുഞ്ഞുങ്ങളെ 239. അപ്പൊ ഏത് ആർട്ടിക്കിളിലാണ് യൂണിയൻ ടെറിട്ടറിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആയിട്ട് പ്രസിഡന്റ് നിയമിക്കുന്ന ഒരു ലെഫ്റ്റനന്റ് ഗവർണർ ഉള്ളത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 239 ആണെന്ന് എഴുതിക്കോണം. ഏതാ, 239. ആർട്ടിക്കിൾ 239 ഓരോ യൂണിയൻ ടെറിട്ടറിക്കും എന്താ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആയിട്ട് ഒരു ലെഫ്റ്റനന്റ് ഗവർണർ ഉണ്ടാവണം. ഈ ലെഫ്റ്റനന്റിന്റെ സ്പെല്ലിംഗ് പഠിച്ചോണം കേട്ടോ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വരുന്ന പരീക്ഷകൾക്ക് ഈ സ്പെല്ലിംഗ് ചോദിക്കുന്നതാണ്. ലെഫ്റ്റനന്റ് എന്നാണ് നമ്മൾ വായിക്കുന്നെങ്കിലും ല്യൂട്ടിനന്റ് എന്നാണ് എഴുതുന്നത് കണ്ടോ. ഈ സ്പെല്ലിംഗ് പഠിച്ചു വെച്ചേക്കുന്നത്. നോർമലി കേരള PSC പരീക്ഷകൾക്കും SSC പോലത്തെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വരുന്ന പരീക്ഷകൾക്കൊക്കെ ഇതിന്റെ സ്പെല്ലിംഗ് ചോദിക്കാറുണ്ട്, സ്പെല്ലിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ 239 എന്തിനെ പറ്റി പറയുന്നത്, ലെഫ്റ്റനന്റ് ഗവർണറെ പറ്റി പറയുന്നത് ഓർത്തു വെച്ചേക്കുക. 239 എന്താ പറയുന്നത്, 239 പറയുന്നു ചില യൂണിയൻ ടെറിട്ടറീസിൽ എന്ത് ചെയ്യാൻ പറ്റും, ലോക്കൽ ലെജിസ്ലേഷൻസ്, നിയമനിർമ്മാണ സഭകൾ അല്ലെങ്കിൽ നിയമസഭകൾ രൂപീകരിക്കാനായിട്ട് പറ്റും. അതിന്റെ കൂടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും കാണും. ഓക്കെ, അപ്പോ നമുക്ക് പുതുച്ചേരിയിൽ 239 പ്രകാരം പുതുച്ചേരിയിൽ എന്തുണ്ട്, ഈ പറയുന്ന യൂണിയൻ ടെറിട്ടറി ആയ പുതുച്ചേരിയിൽ ലോക്കൽ ലെജിസ്ലേഷനും വിത്ത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മുഖ്യമന്ത്രിയൊക്കെ ഉണ്ട് അല്ലെ. 239 അത് പറയുന്നത്. 239 രണ്ടും വലിയ ആണ്. അപ്പൊ അതിനകത്താണ് എന്താണ് സ്പെഷ്യൽ പ്രൊവിഷൻ വിത്ത് റിഗാർഡ് ടു ഡൽഹി. അപ്പൊ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആണ് ഡൽഹി എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ ക്യാപിറ്റൽ ആണ്. അപ്പോ ഈ ഡൽഹിയില് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോർമേഷൻ വിത്ത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പോ അവിടെ ലെഫ്റ്റനന്റ് ഗവർണറും ഉണ്ട്. അപ്പൊ അത് ഡൽഹിയുടെ ആ ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ പറയുന്ന ആർട്ടിക്കിൾ ആണ് 239 എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ച ആർട്ടിക്കിൾ 239, 239 നമുക്ക് ഓരോ യൂണിയൻ ടെറിട്ടറിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആയിട്ട് ലെഫ്റ്റനന്റ് ഗവർണർമാരുണ്ടായിരിക്കും എന്ന് പറയുന്നത്. ലെഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആയിരിക്കും, പ്രസിഡന്റ്. 239 പറയുന്നത് ചില യൂണിയൻ ടെറിട്ടറീസിൽ എന്ത് ചെയ്യാൻ പറ്റും, ലോക്കൽ ലെജിസ്ലേച്ചേഴ്സ് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അല്ലെങ്കിൽ രണ്ടും കൂടിയും ഫോം ചെയ്യാനായിട്ട് പറ്റും, അലോങ് വിത്ത് ആരാണ്, ലെഫ്റ്റനന്റ് ഗവർണർ. 239 ആണ് സ്പെഷ്യൽ പ്രൊവിഷൻ റിഗാർഡിംഗ് ഡൽഹി അല്ലെങ്കിൽ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിനെ പറ്റി പറയുന്നത്. 239 ഇവിടെ എന്തുണ്ട്, നമുക്കൊരു ഡൽഹിയിലും നിയമസഭയും അതുപോലെ തന്നെ വിത്ത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അലോങ് വിത്ത് ലെഫ്റ്റനന്റ് ഗവർണർ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ജമ്മു കാശ്മീരിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ജമ്മു കാശ്മീർ, ലഡാക്ക് എന്ന് പറഞ്ഞ 2 യൂണിയൻ ടെറിട്ടറീസ് ആക്കിയതിൽ ജമ്മു കാശ്മീരിനും ഈ പറയുന്ന നിയമനിർമ്മാണ സഭ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൂടി ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഈ ആർട്ടിക്കിളുകൾ ഒന്ന് പഠിച്ചു വെച്ചേക്കാമോ, ലെഫ്റ്റനന്റ് ഗവർണറിനെ പറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളുകളാണ്.
ഓക്കെ, 239, 239A, 239AA. ഈ അക്ഷരങ്ങളൊന്നും നിങ്ങൾ കുഞ്ഞക്ഷരം എഴുതി വെക്കരുത്. കുഞ്ഞക്ഷരം തെറ്റായിരിക്കും. ഇപ്പൊ 239 ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലാർജസ്റ്റ് ഗ്ലേസിയർ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലേസിയർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ ഗംഗോത്രി ഗ്ലേസിയർ ഉണ്ട്, ഡ്രാങ്ഡ്രങ് ഗ്ലേസിയർ, സിയാച്ചിൻ ഗ്ലേസിയർ, ഷഫാത്ത് ഗ്ലേസിയർ. ഓക്കെ, ഡ്രാങ്ഡ്രങ്, സിയാച്ചിൻ, ഷഫാത്ത്, ഗംഗോത്രി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലേസിയർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഒക്കെ ഏകദേശം ബേസിക് ഒക്കെ പഠിച്ച ആളുകൾക്ക് വ്യക്തമായിട്ട് എഴുതാൻ പറ്റും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലേസിയർ എന്ന് പറയുന്നത് സിയാച്ചിൻ ഗ്ലേസിയർ ആണ് അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് ഗ്ലേസിയർ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ സിയാച്ചിൻ ഗ്ലേസിയർ ആണെന്ന് എഴുതി വെച്ചേക്കണം. നമ്മുടെ എന്താണ് ധ്രുവപ്രദേശത്തല്ലാത്ത ഏറ്റവും വലിയ ഗ്ലേസിയേഴ്സിൽ 2ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? സിയാച്ചിൻ ഗ്ലേസിയറിനാണ്. ഇങ്ങനെ ഈ ഗ്ലേസിയർ എല്ലാം ഇന്ത്യയിലുള്ള ഗ്ലേസിയേഴ്സ് ആണ്. ഈ ഗംഗോത്രി ഗ്ലേസിയർ എവിടെയാണ്? ഉത്തർപ്രദേശിലാണുള്ളത് കേട്ടോ. ഗംഗോത്രി ഗ്ലേസിയർ ഉത്തർപ്രദേശിലാണുള്ളത്. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനവുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഗ്ലേസിയർ ആണ് ഗംഗോത്രി ഗ്ലേസിയർ എന്ന് പറയുന്നത്. ഡ്രാങ്ഡ്രങ്ങും ഷഫാത്തും ഇന്ത്യയിൽ തന്നെ ഉള്ളതാണ്. ഇത് ലഡാക്കിലുള്ളതാണ് കേട്ടോ. ലഡാക്കിലാണ്. സിയാച്ചിൻ ഗ്ലേസിയർ എവിടെയാണ് കാണപ്പെടുന്നത്? സിയാച്ചിൻ ഗ്ലേസിയർ കാണപ്പെടുന്നത് കാരക്കോറം റേഞ്ചിലാണ്. ഓക്കെ, നുബ്ര താഴ്വരയിലുള്ള കാരക്കോറം റേഞ്ചിലാണ് സിയാച്ചിൻ ഗ്ലേസിയർ കാണപ്പെടുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലേസിയർ ഔട്ട്സൈഡ് ദ പോളാർ ആൻഡ് സബ് പോളാർ റീജിയൻസ് എന്ന് ചോദിച്ചാൽ ഏതാണ്? സിയാച്ചിൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലാർജസ്റ്റ് ഗ്ലേസിയർ ഔട്ട്സൈഡ് പോളാർ ആൻഡ് സബ് പോളാർ റീജിയൻ ചോദിച്ചാൽ അതിന്റെ ആൻസർ ആണ് ഫെഡ്ജെങ്കോ. എന്താ? ഫെഡ്ജെങ്കോ ഇന്ത്യയിലല്ല. അപ്പോ സിയാച്ചിൻ ഗ്ലേസിയർ ഇന്ത്യയിലാണ്. ഈ പറയുന്ന പോളാർ സബ് പോളാർ റീജിയന് പുറത്തുള്ള ഏറ്റവും വലിയ ഗ്ലേസിയർ ഏത്? 3ാം ധ്രുവം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട് അല്ലെ. അപ്പോ പോളാർ സബ് പോളാർ റീജിയൻസിലെ ഏറ്റവും വലിയ 2ാമത്തെ ഗ്ലേസിയർ ആണ് സിയാച്ചിൻ ഗ്ലേസിയർ എന്ന് പറയുന്നത്. കാരക്കോറം റേഞ്ചിലാണ്, നുബ്ര താഴ്വരയിലാണ് കാണപ്പെടുന്നത് സിയാച്ചിൻ ഗ്ലേസിയർ. ഓർത്തു വെച്ചേക്കാം. ഓക്കെ, ലോലോഫോണ്ട്, തെറാം ഷഹർ എന്നൊക്കെ പറയുന്ന ട്രൈബ്യൂട്ടറീസ്, ഇതിന്റെ ട്രൈബ്യൂട്ടറീസ് ആണെന്ന് പറയുന്നുണ്ട്. ലോലോഫോണ്ടും തെറാം ഷഹർ ഒക്കെ ഇതിന്റെ ട്രൈബ്യൂട്ടറീസ് ആണെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാന്റെയും ഇടയ്ക്കുള്ള ഒരു എന്താണ് റീജിയനിലാണ് ഇത് വരിക? സിയാച്ചിൻ ഗ്ലേസിയർ. കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് സിയാച്ചിൻ ഗ്ലേസിയർ ഉള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധ കളം, അതായത് ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ വേൾഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടേ. നോട്ട് ചെയ്ത് വെക്കണേ. ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഗ്ലേസിയർ ആണ്. ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഗ്ലേസിയർ ആണ്. പോളാർ സബ് പോളാർ റീജിയൻസിന് പുറത്തുള്ള ഏറ്റവും വലിയ ഗ്ലേസിയർ ചോദിച്ചാൽ അതിന്റെ ആൻസർ ആണ് ഫെഡ്ജെങ്കോ. പോളാർ സബ് പോളാർ റീജിയനിലുള്ള ഏറ്റവും വലിയ അതിന് പുറത്തുള്ള ഏറ്റവും വലിയ ഗ്ലേസിയറിന്റെ ആൻസർ ആണ് ഫെഡ്ജെങ്കോ. അതിനുശേഷം ഏറ്റവും വലിയ ഗ്ലേസിയർ ആയിട്ട് വരുന്നത് സിയാച്ചിൻ ഗ്ലേസിയർ, അത് ഇന്ത്യയിലെയാണ്. ഓക്കെ, അപ്പൊ ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ വേൾഡ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം സിയാച്ചിൻ ഗ്ലേസിയർ ആണെന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പൊ എന്താണ് ലാർജസ്റ്റ് ഗ്ലേസിയർ ഇൻ ഇന്ത്യ, ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ വേൾഡ്, ഡിസ്പ്യൂട്ടഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, എവിടെയാണ് കാണപ്പെടുന്നത്? ലൊക്കേറ്റഡ് ഓവർ കാരക്കോറം റേഞ്ച്, നുബ്ര വാലി. ഇത്രയാണ് സിയാച്ചിൻ ഗ്ലേസിയറെ പറ്റി പറഞ്ഞത്. ഇറ്റ് ഈസ് ദ എന്താണ് സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലേസിയർ ഔട്ട്സൈഡ് ദ പോളാർ ആൻഡ് സബ് പോളാർ റീജിയൻസ്. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് ഗ്ലേസിയർ ഔട്ട്സൈഡ് പോളാർ ആൻഡ് സബ് പോളാർ റീജിയൻസ് ചോദിച്ചാൽ ഫെഡ്ജെങ്കോയാണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ജിയോഗ്രഫിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഗ്ലേസിയറുകളും അതുപോലെ റിവറുകൾ ഇതൊക്കെ പഠിച്ചു വെച്ചേക്കണം. ലേക്ക്, റിവർ ഒക്കെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പോ ഞാൻ പറയാൻ വന്നത് നമ്മുടെ ദിശ അക്കാഡമിയുടെ കോഴ്സുകളെ പറ്റിയാണ്. അപ്പൊ ഇപ്പൊ വിഷു ഒക്കെ ആണ്, വിഷു ഒക്കെ കഴിഞ്ഞു അല്ലെ, വിഷുവിന്റെ സീസൺ ആണ്. അപ്പൊ ഫെസ്റ്റീവ് സ്പെഷ്യൽ ഓഫർ ഉണ്ട്. വിഷു 50 എന്ന് പറയുന്ന കൂപ്പൺ കോഡൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ NTPC RRBയുടെ NTPC ഗ്രൂപ്പ് ഡി കോഴ്സുകളിൽ നിങ്ങൾക്ക് ഓഫർ വഴി കോഴ്സ് ഫീ കുറച്ച് കിട്ടും. അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. NTPCന്റെ എന്താണ് ഓൺലൈൻ ബാച്ച്, അതുപോലെ RRB ഗ്രൂപ്പ് ഡിന്റെ ഓൺലൈൻ ബാച്ച് ഒക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം.
സ്വന്തമായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ കിടക്കുന്ന യൂട്യൂബ് ക്ലാസ്സുകളുടെ ഒക്കെ ഏറ്റവും എന്താണ് ഇലാബറേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്, ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓഫ്ലൈൻ ക്ലാസ്സിന് 5ഓളം ഓഫ്ലൈൻ സെന്റേഴ്സ് നമുക്ക് നിശ്ചയിക്കേണ്ട അല്ലെ. അതിനുശേഷം ഈ പറയുന്ന ഓൺലൈൻ ബാച്ചുകാർക്ക് നമ്മുടെ ദിശ അക്കാഡമിയുടെ ആപ്പ് വഴി ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ വിഷു ഓഫർ ഉണ്ട്. ഓഫർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കുറഞ്ഞ ചെലവില് എന്ത് ചെയ്യാൻ പറ്റും, കോഴ്സുകളൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും പറ്റുന്ന രീതിയിൽ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നമ്പർ നോട്ട് ചെയ്ത് വെക്കണേ ആവശ്യമുള്ളവര്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? In which state is the World Heritage Site Basilica of Bom Jesus located? Basilica of Bom Jesus എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. സഞ്ചാരികളായിട്ടുള്ള ആളുകൾക്ക് ഉത്തരം അല്ലെ. ബോം ജീസസ് ബസിലിക്ക എവിടെയാണ്? ഗോവയിലാണ്. നിങ്ങളെ ഓപ്ഷനകത്ത് ഗോവ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളയൊക്കെ ഉണ്ട്. ബസിലിക്ക ഓഫ് ബോം ജീസസ് എവിടെ കാണപ്പെടുന്നത്? ഗോവയിലാണ്. ബസിലിക്ക ഓഫ് ബോം ജീസസ് കാണപ്പെടുന്നത് ഗോവയിലാണ് അല്ലെ. വേൾഡ് ഹെറിറ്റേജ് സൈറ്റില് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്റ്റാറ്റിക് GK പോർഷൻ അല്ലെങ്കിൽ GK പോർഷൻ നോർമലി ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ഏത് സംസ്ഥാനത്താണെന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇതെല്ലാം എനിക്ക് ഇപ്പൊ പറഞ്ഞു തരാനുള്ള നിർവാഹമില്ല. കുറച്ചെണ്ണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം ഞാനിപ്പോ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ഇന്ത്യയിലെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ എടുത്തു വെക്കുക, നോട്ട് എഴുതുക, ഏത് സംസ്ഥാനത്തിലാണെന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ. ആഗ്ര ഫോർട്ട് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ളതാണ്. ഉത്തർപ്രദേശിലാണ് ആഗ്ര ഫോർട്ട് വരിക. അജന്ത, എല്ലോറ, അതുപോലെ എലിഫന്റ കേവ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അജന്ത, എല്ലോറ, എലിഫന്റ കേവ്സ്, ഇത് മൂന്നും മഹാരാഷ്ട്രയിലാണ്. ഇത് മൂന്നും വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഏതിന്റെയാണ്? യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ളതാണ് ആഗ്ര ഫോർട്ട്, അജന്ത കേവ്സ്, എല്ലോറ കേവ്സ്, എലിഫന്റ. അപ്പൊ അജന്ത, എല്ലോറ, എലിഫന്റ കേവ്സ് കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിലാണ്. ആഗ്ര ഫോർട്ട് ഉത്തർപ്രദേശിലാണ്. താജ്മഹലും ഉത്തർപ്രദേശിലാണ്. അതൊക്കെ നമ്മുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ളതാണ് കേട്ടോ. അതുപോലെ ഗ്രൂപ്പ് ഓഫ് മോണ്യുമെന്റ്സ് അറ്റ് മഹാബലിപുരം, മഹാബലിപുരത്തെ ആ മോണ്യുമെന്റ്സ് നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടോ? തമിഴ്നാടുമാണ്, നമുക്കറിയാം അല്ലെ. ഇനി കൊണാർക്കിലെ സൺ ടെമ്പിള്, ഓക്കെ, ഒഡീഷയാണ് അല്ലെ. ഒഡീഷ സൺ ടെമ്പിൾ കൊണാർക്ക്. പിന്നെ ഗോവയിലെ ചർച്ചസ് ആൻഡ് കൺവെന്റ്സ് ഓഫ് ഗോവ, അതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് ഈ ബോം ജീസസ് ബസിലിക്ക എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ഉത്തർപ്രദേശിലാണ് ഫത്തേപൂർ സിക്രി വരുന്നത്, ഫത്തേപൂർ സിക്രി. ഹംപിയിലെ മോണ്യുമെന്റ്സ് അത് കർണാടകയിലാണ്. ഖജുരാഹു ഗ്രൂപ്പ് ഓഫ് മോണ്യുമെന്റ്സ് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഖജുരാഹു ടെമ്പിൾസ് അത് മധ്യപ്രദേശിലാണെന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഇത് ഞാൻ വളരെ കുറച്ച് ഇങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാൻ മാത്രം എടുത്ത കുറച്ചെണ്ണാണ്. 42ഓളം വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുണ്ട്. ഓക്കെ. അപ്പൊ അതെത്രയും നിങ്ങൾ എവിടെയാണെന്ന് പഠിച്ചു വെച്ചേക്കാം. ജസ്റ്റ് ഒന്ന് മാപ്പ് നോക്കി പഠിക്കുക. അതിന്റെ ഒരു ഗൂഗിളിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി പഠിക്കുക. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഓർത്തിരിക്കും. ഈ ആഗ്ര ഫോർട്ടും താജ്മഹലും ഒന്നും നിങ്ങൾക്ക് മറക്കില്ലല്ലോ. ഫത്തേപൂർ സിക്രി ഒക്കെ ഉത്തർപ്രദേശാണ്. അതുപോലെ അജന്ത, എല്ലോറ, അതുപോലെ എലിഫന്റ കേവ്സ് ഒക്കെ മഹാരാഷ്ട്രയാണ്. ഓക്കെ. പിന്നെ ഹംപി നമുക്കറിയാം കർണാടകയാണെന്ന്. ഖജുരാഹോ മോണ്യുമെന്റ്സ് മധ്യപ്രദേശ്, അത് അറിയാത്തവർ മാത്രം ഓർത്തു വെച്ചേക്കാം. ഓക്കെ. സൺ ടെമ്പിൾ കൊണാർക്ക് ഒഡീഷ, അതൊക്കെ അറിയാവുന്നതല്ലേ. നിങ്ങൾക്ക് കുറച്ചെണ്ണം ഇങ്ങനെ നാച്ചുറലി വന്നത് ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ് അങ്ങനെ തിരിച്ച് തന്നെ നമ്മുടെ നോട്ടുകളിലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഈ എന്താണ് പഠിക്കേണ്ടത്? നമ്മുടെ വേൾഡ് ഹെറിറ്റേജ്, യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റസ് ഇന്ത്യയിലുള്ളത് ഏതാണ് സംസ്ഥാനം, ഇതാണ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കേണ്ടത് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി കൊടുത്തതാണേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ബിക്കം എ നോബൽ ലോറേറ്റ്? ഓക്കെ. നോബൽ സമ്മാന ജേതാവായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരനാണെന്നാണ് ചോദിച്ചത്. ഓക്കെ. ഫസ്റ്റ് ഇന്ത്യൻ ടു ബിക്കം എ നോബൽ പ്രൈസ് വിന്നർ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ, മഹാത്മാഗാന്ധി, CV രാമൻ, മദർ തെരേസ. അപ്പൊ ഇതിന് ആൻസർ വരുന്നത് രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിനാണ് ആദ്യമായിട്ട് നോബൽ പ്രൈസ് ഇന്ത്യയിൽ നിന്നും എന്താണ് നോബൽ പ്രൈസ് കിട്ടുന്നത്. ലിറ്ററേച്ചറിനാണ് 1913 രവീന്ദ്രനാഥ ടാഗോറിന്
ലിറ്ററേച്ചറിനുള്ള സാഹിത്യത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം കിട്ടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ നിന്ന് ഇത്രയും പേർക്കാണ് ഇത്രയും വർഷമായിട്ട് നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. CV രാമൻ സയൻസ്, ഇതെന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കും. ലിറ്ററേച്ചറിന് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് കിട്ടിയത് ആർക്ക്, ഫിസിക്സിന് കിട്ടിയത് ആർക്ക്, ഓക്കെ, കെമിസ്ട്രി ഫിസിക്സിന് 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്, മെഡിസിന് കിട്ടിയത് ആർക്ക്, സമാധാനത്തിന് കിട്ടിയത് ആർക്ക്, ആദ്യമായിട്ട് സമാധാനത്തിന് കിട്ടിയത് ആർക്ക്, അവസാനം കിട്ടിയത് ആർക്ക്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. സോ ഇത് വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കാം. രവീന്ദ്രനാഥ ടാഗോറിന് ലിറ്ററേച്ചറിന് 1913. CV രാമനാണ് പിന്നീട് കിട്ടുന്നത്, ഫിസിക്സിനാണ് കിട്ടുന്നത് 1930. ഹർഗോബിന്ദ് ഖൊറാന ഫിസിയോളജി അല്ലെ മെഡിസിന് കിട്ടുന്നുണ്ട്. ഓക്കെ, HG ഖൊറാനയ്ക്ക് 1968 കിട്ടുന്നത്. മദർ തെരേസയ്ക്ക് 1979. PYQ ആണ് ഏത് വർഷമാണ് മദർ തെരേസയ്ക്ക് കിട്ടിയത്, പീസിനാണെന്ന് അറിയാം, വർഷം ചോദിച്ചിട്ടുണ്ട്. സുബ്രഹ്മണ്യ ചന്ദ്രശേഖർ വീണ്ടും ഫിസിക്സിന് കിട്ടുവാണ്, നമുക്ക് 1983 കിട്ടുന്നത്. അമർത്യ സെന്നിന്റെ വർഷം ചോദിച്ചിട്ടുണ്ട്. എക്കണോമിക്സിന്, ഇന്ത്യയിൽ ആദ്യമായിട്ട് എക്കണോമിക്സിന് നൊബേൽ പുരസ്കാരം കിട്ടുന്നത് അമർത്യ സെന്നാണ് 1998. ഓക്കെ, ആദ്യമായിട്ട്. ബിക്കോസ് അഭിജിത് ബാനർജിക്ക് പിന്നീട് കിട്ടി, അതുകൊണ്ടാണ് ഈ എക്കണോമിക്സ് ഇമ്പോർട്ടന്റ് ആവുന്നത്. പിന്നെ വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ കെമിസ്ട്രി 2009. കൈലാഷ് സത്യാർത്ഥി മലാല യൂസഫ്സായിന്റെ കൂടെ പീസ് സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം പങ്കിട്ട ഇന്ത്യക്കാരനാണ് കൈലാഷ് സത്യാർത്ഥി. 2014 കൈലാഷ് സത്യാർത്ഥിക്ക്. അദ്ദേഹത്തിന്റെ സംഘടനയാണ് ബച്പൻ ബചാവോ ആന്തോളൻ. ബച്പൻ ബചാവോ ആന്തോളൻ. ഓക്കെ, അത് കൈലാഷ് സത്യാർത്ഥിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ആരുടെ കൂടാണ് ഇദ്ദേഹം നോബൽ പ്രൈസ് പങ്കിട്ടതെന്ന് ചോദിച്ചാൽ മലാല യൂസഫ്സായിയുടെ കൂടെ. മലാലയുടെ കൂടെയാണ് പീസിനുള്ള നോബൽ പ്രൈസ് കൈലാഷ് സത്യാർത്ഥി പങ്കെടുത്തത് കേട്ടോ. ബച്പൻ ബചാവോ ആന്തോളൻ അദ്ദേഹം നേതൃത്വം നൽകിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു. ബാലവേലക്കെതിരെയാണ് അദ്ദേഹം കൂടുതലായിട്ടും പ്രവർത്തിച്ചത്. അപ്പൊ കൈലാഷ് സത്യാർത്ഥി പീസ് 2024. ഏറ്റവും അവസാനമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ അതിന്റെ സബ്ജക്റ്റ് ഒക്കെ ചോദിക്കും. അഭിജിത് ബാനർജിക്കാണ് എക്കണോമിക് സയൻസിനാണ് കിട്ടിയത്, 2019 കിട്ടിയത്. രവീന്ദ്രനാഥ ടാഗോർ, CV രാമൻ, HG ഖൊറാന, മദർ തെരേസ, സുബ്രഹ്മണ്യ ചന്ദ്രശേഖർ, അമർത്യ സെൻ, വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ, കൈലാഷ് സത്യാർത്ഥി, അഭിജിത് ബാനർജി, ഇത്രയും പേർക്കാണ് നോബൽ പുരസ്കാരം ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ ഇത്രയും പേരുടെ പേരും വർഷവും എന്തിനാണ് കിട്ടിയതെന്നും പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫ്രം വിച്ച് കൺട്രി ഇസ് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്കറിയാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഓരോ കൺസെപ്റ്റും നമ്മൾ പല കൺട്രീസിൽ നിന്നും ബോറോ ചെയ്തെടുത്തുകൊണ്ട് വന്നതാണ്. അപ്പൊ ഓപ്ഷനിൽ UK, USA, USSR, ഓസ്ട്രേലിയ ഒക്കെ ഉണ്ട്. ആൻസർ ആയിട്ട് വരുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ കടമെടുത്തത് USSR, റഷ്യ. ഓക്കെ, റഷ്യയിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എവിടെയാണ് ആഡ് ചെയ്തത്? 4A എന്ന് പറയുന്ന പാർട്ടിൽ അല്ലെ, പാർട്ടിൽ 51A എന്ന് പറയുന്ന ആർട്ടിക്കിളില് ടോട്ടൽ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആദ്യം ആഡ് ചെയ്തു. പ്ലസ് ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി 86th അമെന്റ്മെന്റ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. +1 ടോട്ടൽ ഇപ്പോ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നമുക്ക്. ഓക്കെ, അപ്പൊ പാർട്ട് 4A 51A ആണ് ആർട്ടിക്കിൾ. ആദ്യം 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ലാസ്റ്റ് നമ്മൾ അമെന്റ്മെന്റ് വഴി 2002 86th അമെന്റ്മെന്റ് വഴി 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആക്കിയിട്ടുണ്ട്. ഒരു ഡ്യൂട്ടി കൂടി ആഡ് ചെയ്തു. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ കടമെടുത്തത് USSR. സോറി. ഇനി നമ്മൾ ഓരോ കൺസെപ്റ്റുകളും പല രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്താണ്. നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് നോക്കിക്കേ. ഇങ്ങനെയാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോ നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കടമെടുത്തിരിക്കുന്നത് എവിടുന്നാണ്? USSR നിന്നാണ്. അങ്ങനെയാണെങ്കിൽ റഷ്യയിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ പണ്ട് USSR കടമെടുത്തിരിക്കുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ ഈ പ്രിയാമ്പിളിനകത്ത് നമ്മൾ ജസ്റ്റിസ്, നീതി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെ, നീതി, സമത്വം, സാഹോദര്യം എന്നൊക്കെ പറഞ്ഞ കുറച്ച് കൺസെപ്റ്റുകൾ നമ്മൾ എവിടെ കൊടുത്തിട്ടുണ്ട്? ആമുഖത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നീതി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും അതുപോലെ നീതി, പ്രിയാമ്പിളിലെ നീതി എന്ന് പറയുന്ന കൺസെപ്റ്റും നമ്മൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്.
അതുപോലെ അയർലൻഡിൽ നിന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത്. അതുപോലെ രാജ്യസഭയിൽ ചില മെമ്പേഴ്സിനെ നമ്മൾ നോമിനേറ്റ് ചെയ്തെടുക്കുന്നത്. ആ കൺസെപ്റ്റ്, പ്രസിഡന്റിന്റെ എലക്ഷൻ മെത്തേഡ്, ഇതൊക്കെ അയർലൻഡിൽ നിന്നാണ്. ഇതെല്ലാം PYQs ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അയർലൻഡിൽ നിന്ന് കടമെടുത്തത്. നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ, രാജ്യസഭയിലെ മെമ്പേഴ്സിന്റെ നോമിനേഷൻ, ആ ഒരു പ്രൊസീജിയർ. മെത്തേഡ് ഓഫ് എലക്ഷൻ ഓഫ് പ്രസിഡന്റ്, പ്രസിഡന്റിന്റെ എലക്ഷൻ മെത്തേഡ്. അതുപോലെ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, ജപ്പാനിൽ നിന്നാണ് കേട്ടോ. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ നമ്മൾ എവിടുന്ന എടുത്തേ? ജപ്പാനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, ജപ്പാനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഓർത്ത് വെച്ചേക്കണേ ഇതൊക്കെ. ജർമ്മനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുന്നാണ് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് എമർജൻസി. എമർജൻസി സമയത്ത് നമുക്ക് 20-21 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒഴിച്ച് ബാക്കി ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം സസ്പെൻഡ് ചെയ്യും അല്ലെ. 19 ആർട്ടിക്കിൾ 19 പ്രകാരം നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യങ്ങൾ, മൗലിക സ്വാതന്ത്ര്യം, ഫണ്ടമെന്റൽ ഫ്രീഡംസ് എല്ലാം എന്ത് ചെയ്തു? എടുത്തു മാറ്റുന്നുണ്ട്. എപ്പോഴാണ്? നമുക്ക് ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ. അത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയുടെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ചെയ്യുന്ന പ്രൊസീജിയർ നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അതുപോലെ രാജ്യസഭാ മെമ്പേഴ്സിന്റെ എലക്ഷൻ നോർമൽ എലക്ഷൻ അല്ലല്ലോ, ഇൻഡയറക്റ്റ് എലക്ഷൻ ആണ്. ആ എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. എന്നാൽ നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ നമ്മൾ അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വെറുതെ സാമ്പിൾ കൊടുത്താണ്. ഇതിൽ നിന്ന് നമുക്കിനി UK എന്ന് കടമെടുത്തത്, US എന്ന് കടമെടുത്തത് ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രം ജസ്റ്റ് ചോദിച്ച്, നേരത്തെ വേറെ ചോദിച്ചിട്ടുണ്ട്, എങ്കിലും വളരെ വളരെ ഇമ്പോർട്ടന്റ് തോന്നി കുറച്ചെണ്ണം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ബാക്കിയും കൂടി ബോറോഡ് കൺസെപ്റ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അപ്പൊ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ ആഡ് ചെയ്തതാണ് 42nd അമെന്റ്മെന്റ് വഴിയാണ്. 1974 ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് നമ്മൾ 42nd അമെന്റ്മെന്റ് വഴി 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു. ആഡ് ചെയ്ത സമയത്ത് എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു നിങ്ങളടുത്ത് ചോദിക്കും. അത് 10 ആൻസർ. ഇപ്പൊ എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടെന്ന് ചോദിക്കും. അത് 11 ആൻസർ. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കി വേണം ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ബോറോഡ് കൺസെപ്റ്റ് ആണ് അടുത്ത് നിങ്ങൾ പഠിക്കേണ്ട സംഭവം. ഇത് ഇത്രയും നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ. ചൂസ് ദ ഓൺ വിച്ച് ഈസ് ഡിഫറെന്റ് ഓർ ഓഡ് ഫ്രം ദ ഫോളോയിങ്. ഓക്കെ, ഡാലിലേക്ക്, സാമ്പാറിലേക്ക്, വേമ്പനാട്, മൂളാറൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് സാമ്പാറിലേക്കാണ് കേട്ടോ. ഇത് മാത്രമാണ് സാൾട്ട് ലേക്ക്. ഓക്കെ, സാൾട്ട് ലേക്കായിട്ട് വരുന്നത് സാമ്പാറിലേക്ക്. ബാക്കി ഡാൽ, വേമ്പനാട്, മൂളാറൊക്കെ എന്താണ്? സാധാ ഫ്രഷ് വാട്ടർ ലേക്സ് ആണ്. ഇത് സാമ്പാറിലേക്ക് മാത്രം സാൾട്ട് ലേക്കാണ്. ഇതിനകത്ത് വേമ്പനാട് ലേക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേക്ക്. അത് കേരളത്തിലാണ് ഉള്ളത്. വേമ്പനാട് ലേക്കാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ. ഇനി ഇതെല്ലാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാൾട്ട് ലേക്കാണ്. സാമ്പാർ ലേക്ക് ഏത് സംസ്ഥാനത്താണെന്ന് PYQ ആണ്. രാജസ്ഥാനിലാണ് കേട്ടോ. സാമ്പാർ ലേക്ക് കാണപ്പെടുന്നത് രാജസ്ഥാനിലാണ്. ചിൽക്ക സാൾട്ട് ലേക്കാണ് ഒഡീഷയിലാണ്. ലോണാർ മഹാരാഷ്ട്രയിലാണ്. ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ. ഇനി പോങ്കോങ്സോ ലഡാക്കിലാണ് കേട്ടോ. പാങ്കോങ് ഈ ടീസ് ഐലൻഡ് ആണ്. പാങ്കോങ്സോ എന്നാ പറയാ, ലഡാക്കിലാണ്. ഓക്കെ, അപ്പൊ സാമ്പാറിലേക്ക് രാജസ്ഥാൻ, ചിൽക്ക ഒഡീഷ, ലോണാർ മഹാരാഷ്ട്ര, പാങ്കോങ്സോ ലഡാക്ക്. ഇത് ഇത്രയും സാൾട്ട് ലേക്കുകളാണ്. ഇനിയുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാൾട്ട് ലേക്ക്. അപ്പൊ സാമ്പാർ എവിടെയാണ്? രാജസ്ഥാൻ. ചിൽക്ക ഒക്കെ PYQ ആണ്. ഇതെല്ലാം PYQs ആണ് കേട്ടോ. ഇതെല്ലാം സാൾട്ട് ലേക്സ് ആണ്. സാൾട്ട് ലേക്സ് ഏതൊക്കെയാ പഠിച്ചേ? സാമ്പാർ രാജസ്ഥാൻ, ചിൽക്ക ഒഡീഷ, ലോണാർ മഹാരാഷ്ട്ര, പിന്നെ പാങ്കോങ്സോ ഇൻ ലഡാക്ക്. ബാക്കി ഈ പറയുന്ന വേമ്പനാട് ലേക്കാണ് ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ. അതെവിടെയാണ്? കേരളത്തിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓഡ് വൺ എന്ന് പറയുന്നത് സാമ്പാറാണ്. ബാക്കി ഈ ഡാൽ ലേക്കും വേമ്പനാട്, പൂളാറും ഒക്കെ ഫ്രഷ് വാട്ടർ ലേക്സ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അടുത്ത് നോക്കിക്കേ, നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ മോട്ടോ ആണ് സത്യമേവ ജയതേ. ട്രൂത്ത് അലോൺ ട്രയംസ്, സത്യം മാത്രം വിജയിക്കട്ടെ എന്നൊക്കെയാണ്. ഇത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഋഗ്വേദ, മുണ്ടക ഉപനിഷത്ത്, ഭഗവത്ഗീത, നാസ്ത്യപൂർണ. ഓക്കെ, ഇതിന്റെ ആൻസർ നമ്മുടെ മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എന്ന് പറയുന്ന മോട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് ടോട്ടലി ഇന്ത്യയിൽ 108 ഉപനിഷത്തുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഉപനിഷത്താണ് മുണ്ടക ഉപനിഷത്ത്. ദ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വേദിക് പീരീഡ് എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് 4 വേദങ്ങളെ പറ്റിയും ഉപനിഷത്തുകളെ പറ്റിയും ഉപവേദങ്ങളെ പറ്റിയും പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ വേദം എന്ന് പറയുന്നത് ഋഗ്വേദമാണ്, അല്ലെ? ഋഗ്വേദം. 4 വേദങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് ഋഗ്വേദം, ഒന്നാമത്തെ ഏതാ? ഋഗ്വേദ. 2 സാമവേദ. 3 അഥർവവേദ. ഋഗ്വേദ, സാമവേദ, അഥർവവേദ തുടങ്ങി നമുക്ക് മൊത്തത്തിൽ 4 വേദങ്ങളാണ് ഉള്ളത്. ഓക്കെ, യജുർവേദ, പേര് പെട്ടെന്ന് കിട്ടിയില്ല. യജുർവേദ കേട്ടോ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇങ്ങനെ 4 വേദങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഇതിനെല്ലാം ഉപവേദങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ അത് മ്യൂസിക്കിനെ റിലേറ്റ് ചെയ്ത, മ്യൂസിക്കിനെ പറ്റി സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട വേദം ചോദിക്കും, അത് സാമവേദ. അതൊരു PYQ ആണ് കേട്ടോ. സാമവേദ ഇസ് റിലേറ്റഡ് ടു മ്യൂസിക്. സാമവേദം മ്യൂസിക്കായിട്ട്. വേദിക് പീരീഡിനെ പറ്റിയൊക്കെ നമുക്ക് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട്, നല്ല ലാബറേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ കൊടുക്കുന്നുണ്ട്, ഓഫ്ലൈനിലൊക്കെ. അപ്പോ ഇപ്പൊ തൽക്കാലം ഇത്ര ഓർത്ത് വെച്ചേക്കാം. 4 വേദങ്ങൾ, 108 ഉപനിഷത്താണുള്ളത്. സത്യമേവ ജയതേ എന്ന് പറയുന്നത് നമ്മൾ മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഋഗ്വേദമാണ് ഏറ്റവും ആദ്യത്തെ വേദം, ഫസ്റ്റ് വേദം, അല്ലെങ്കിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള വേദം എന്നൊക്കെ പറയുന്നത് ഋഗ്വേദമാണ്. സാമവേദമാണ് മ്യൂസിക്കിനെ പറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, യുദ്ധം, ആയുധം, യുദ്ധതന്ത്രങ്ങളൊക്കെ വരുന്നത് യജുർവേദത്തിലാണ് കേട്ടോ. അപ്പോ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക 4 വേദങ്ങളും. മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എന്ന് പറയുന്ന മോട്ടോ എടുത്തിട്ടുള്ളതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യയുടെ നാഷണൽ മോട്ടോ ഏതാണ്? സത്യമേവ ജയതേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഇന്ത്യൻ നാഷണൽ INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു, അല്ലെ? 1885 INC ഫോം ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് വരുന്നത് WC ബാനർജി. INC ഫോം ചെയ്യുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ആരാണ്? AO ഹ്യൂമാണ്, അല്ലെ? AO ഹ്യൂമാണ്. ഓക്കെ, അതിന്റെ പിന്നിൽ ഒരു തിയറി പറയുന്നുണ്ട്, സേഫ്റ്റി വാൽവ് തിയറി. അപ്പൊ INC ഫോം ചെയ്ത സ്ഥലം ചോദിക്കും നിങ്ങളടുത്ത്. ഓക്കെ, എവിടെയായിരുന്നു? ബോംബെ ആണ്, അല്ലെ? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ്. ആദ്യം ഇത് എവിടെയാണ് അവര് ഫോർമേഷൻ മീറ്റിംഗ് വെച്ചിരുന്നതെന്ന് ചോദിച്ചാൽ പൂനെയിലാണ്. പൂനെയിൽ ഏത് രോഗം പടർന്നു പിടിച്ചതിനെ തുടർന്നാണ് ഈ മീറ്റിംഗ് മുംബൈയിലേക്ക് മാറ്റിയെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻസർ പ്ലേഗ് ആണ്. പ്ലേഗ് പടർന്നു പിടിച്ചതിനെ തുടർന്ന്. ഓക്കെ, ഫസ്റ്റ് മീറ്റിംഗിൽ പങ്കെടുത്ത മെമ്പേഴ്സിന്റെ എണ്ണം ചോദിക്കും. 72 ആണ്, 72 ആണ്. ഓക്കെ, അതിൽ നിന്ന് ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കുന്നത് WC ബാനർജി ആണ് കേട്ടോ. WC ബാനർജി. ഫസ്റ്റ് സെക്രട്ടറി വരുന്നത് AO ഹ്യൂമാണ്. സെക്രട്ടറി AO ഹ്യൂമാണ്. ഓക്കെ, അപ്പോ INC മീറ്റിങ്ങുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. INC മീറ്റിംഗ് സെക്കൻഡ് വരുന്നത് കൊൽക്കട്ടയിൽ വെച്ചിട്ടാണ്, 1886 വരുന്നത്. അപ്പോഴാണ് ദാദാഭായ് നവറോജി INCയുടെ പ്രസിഡന്റ് ആവുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. AO ഹ്യൂം അല്ലെങ്കിൽ അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ് INCയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തു വെച്ചേക്ക. അപ്പോ INC മീറ്റിങ്ങുകൾ, INCയുടെ ഹിസ്റ്ററി ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് INC എന്ന് പറയുന്നത് WC ബാനർജി. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. മുഗൾ എംപയർ ആരാണ് ഫൗണ്ട് ചെയ്തത്? ആരാണ് മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബാബർ, ഹുമയൂൺ, അക്ബർ, ഷാജഹാൻ.
ആൻസർ വരുന്നത് ആരാണ്? ബാബർ ആണ് അല്ലെ? ബാബർ ആണ് മുഗൾ എംപയർ ഫൗണ്ട് ചെയ്തത്. അപ്പൊ 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം അല്ലെ? ഫസ്റ്റ് പാനിപ്പട്ട് യുദ്ധം. പാനിപ്പട്ട് എവിടെയാ? ഹരിയാനയിലാണ് കേട്ടോ. ഇപ്പൊ ഹരിയാന, ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഹരിയാനയിലാണ് പാനിപ്പട്ട്. ആരൊക്കെ തമ്മിലാണ്? ബാബറും സുൽത്താനേറ്റിലെ ലോധി വംശത്തിലെ അവസാനത്തെ കിങ് ആയിട്ടുള്ള ഇബ്രാഹിം ലോധിയും തമ്മിലാണ്. ഇബ്രാഹിം ലോധിയും തമ്മിലാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. അതിൽ ഇബ്രാഹിം ലോധിനെ ആര് പരാജയപ്പെടുത്തുന്നു? ബാബർ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ ലോധി വംശം ഇല്ലാതാകുന്നു. അതോടുകൂടി ഡൽഹി സുൽത്താനേറ്റ് അന്ത്യം ആണ്. ഡൽഹി സുൽത്താനേറ്റിന്റെ ലാസ്റ്റ് സുൽത്താനാണ് ആര്? ഇബ്രാഹിം ലോധി. അങ്ങനെ ഡൽഹി സുൽത്താനേറ്റ് അവസാനിപ്പിച്ചുകൊണ്ട് ബാബർ തുടക്കം കുറിക്കുന്നതാണ് ഇന്ത്യയില് മുഗൾ എംപയർ. അപ്പൊ ആദ്യത്തെ മുഗൾ രാജാവാണ് ബാബർ. ഓക്കെ, ബാബർ. അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയുണ്ട്, തുസുക്കി ബാബറി. സോ പ്രിൻസസ് ഓഫ് ഓട്ടോബയോഗ്രഫീസ് എന്നറിയപ്പെടുന്നത് പ്രിൻസ് ഓഫ് അല്ലെങ്കിൽ എന്താണ്? ആത്മകഥകളുടെ രാജകുമാരൻ, ഓട്ടോബയോഗ്രഫി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ബാബറാണ്. ബാബറിന്റെ ടോംബ് എവിടെയാന്ന് ചോദിക്കും കേട്ടോ. ടോംബ് കാബൂളിലാണ് കേട്ടോ. കാബൂൾ, ടോംബ് ഓഫ് ബാബർ ചോദിച്ചിട്ടുണ്ട്. കാബൂളിലാണ്. അപ്പൊ ബാബറാണ്. ബാബറിന്റെ മകൻ പിന്നെ വരുന്നത് ഹുമയൂൺ. ഹുമയൂണിന് ശേഷം അക്ബർ. അങ്ങനെയാ പോകുന്നത്. ഷാജഹാൻ. അങ്ങനെ പോവാണ്. അപ്പൊ ഗ്രേറ്റർ മുഗൾസ് ഫുള്ള് നിങ്ങൾ പഠിക്കണം. ഗ്രേറ്റർ മുഗൾസും ഉണ്ട്, അതിനുശേഷം ലേറ്റർ മുഗൾസും ഉണ്ട്. ഔറംഗസേബിന് ശേഷം വരുന്നവരൊക്കെ ലേറ്റർ മുഗൾസ് ആണ്. അവരത്ര ശക്തരല്ല. ഗ്രേറ്റർ മുഗൾസ് ഒക്കെ എന്താണ്? വളരെ ശക്തരാണ്. അപ്പൊ അവരെ പറ്റി പഠിച്ചു വെച്ചേക്കണം. എവിടെ വരെ? ഔറംഗസീബ് വരെ പഠിക്കണം. തൽക്കാലം ഇപ്പൊ പഠിക്കുക. മുഗൾ എംപയറിന് തുടക്കം കുറിച്ചത് ബാബറാണ്. ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ ഏറ്റുമുട്ടിയ ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526. പാനിപ്പട്ട് ഇപ്പോ ഹരിയാനയിലാണ്. ഈ യുദ്ധത്തിൽ ബാബർ ഇബ്രാഹിം ലോധിനെ പരാജയപ്പെടുത്തി ബാബർ സ്ഥാപിക്കുന്ന എംപയർ ആണ് മുഗൾ എംപയർ. മുഗൾ എംപയറിലെ ആദ്യത്തെ രാജാവാണ് ആര്? ബാബർ. 1526 അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും 1530 ആയപ്പോൾ അദ്ദേഹം മരണപ്പെടും. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഹുമയൂണാണ് ഭരിക്കാനായിട്ട് വരുന്നത്. ഹുമയൂണിന് ശേഷം അക്ബർ. അങ്ങനെയാ പോകുന്നത് കേട്ടോ. അപ്പൊ ബാബറിനെ പറ്റി ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒരെണ്ണം പറഞ്ഞു തന്നു. തുസുക്കി ബാബറി അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അദ്ദേഹത്തെ ആത്മകഥകളുടെ രാജകുമാരൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ടോംബ് അല്ലെങ്കിൽ ശവകുടീരം കാണപ്പെടുന്നത് കാബൂളിലാണ്. ഓക്കെ, ജസ്റ്റ് കുറച്ച് പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ മുഗൾ എംപയർ പഠിക്കണം. അപ്പോ തൽക്കാലം ഇതോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് മിക്സഡ് PYQ സെക്ഷൻസുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഈ സെക്ഷനിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. റിലേറ്റഡ് ഫാക്ട് ഞാൻ കുറച്ചേ പറഞ്ഞോളൂ. ഒരു എന്താണ് തുമ്പിട്ട് തരുവാണ്. ബാക്കി നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ കുഞ്ഞു സെക്ഷൻസ് അല്ല, അപ്പൊ നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. ബാക്കി നിങ്ങൾ പഠിക്കുക. അതിന്റെയൊക്കെ നോട്ട് എഴുതി വെച്ച് പഠിക്കുക. ഏതൊക്കെ സെക്ഷൻസ് ആണ് നിങ്ങൾ വീക്ക് എന്ന് നോക്കുക. അത് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. അടുത്തൊരു സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. ഹാപ്പി ലേണിംഗ്.